ഫ്രണ്ട്സ് ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട്. VSSCയിലാണ് വേക്കൻസി, അതായത് നമ്മുടെ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് PYQs എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം എടുത്ത് നോക്കേണ്ടത് PYQs ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും നമുക്ക് അതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ഫ്രെയിം നമുക്ക് ലഭിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങണം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അതുമാത്രമല്ല എങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ അപേക്ഷ നൽകുന്നതിനെ കുറിച്ചുള്ള ഡെമോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തോളൂ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ISROയുടെ ഇപ്പോൾ അടുത്ത് നമുക്ക് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് 4 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ISROയുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒരു 6 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യൻ ബീൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് നമ്മൾ അതിൻ്റെ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല 3 കാറ്റഗറിയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ITI ഉള്ളവർക്ക് ITI ക്വാളിഫിക്കേഷൻ വേണ്ട വീഡിയോസ് നമ്മൾ ഇന്നലെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോസ് വരെ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പോൾ അതിലെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമാക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എന്നുള്ളത് നമ്മൾ 6 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് BA ഓർ BTech ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അപ്പോൾ 3 നോട്ടിഫിക്കേഷനാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണിത്. കൂടെ കാണാൻ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 31/5/2025 ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതലാണ്. അതായത് വീഡിയോ ചെയ്യുന്ന ദിവസമാണ് 4/6/2025 മുതലാണ്. നിങ്ങൾക്ക് 18/6 ജൂൺ 18 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേയും സെയിം ആണ്, 4/6 നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഏജ് ലിമിറ്റ് ആണെങ്കിലും നിങ്ങൾ കണക്കാക്കേണ്ടത് ഈ ഡേറ്റ് വെച്ചിട്ടാണ്. 18/6/2025 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ കാണാൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഇതിൻ്റെ പാലോയിൽ കാണാൻ 44,900 മുതൽ 1,42,200 അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് വരെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലെ നമ്പർ ഓഫ് വേക്കൻസി കാണാൻ നിങ്ങൾക്ക് 27 വേക്കൻസിയാണ്. അതിൽ ജനറൽ 14, OBCക്ക് 9, SCക്ക് 1, STക്ക് 1, EWS 1. ഓക്കെ, ഇനി 27 2 വേക്കൻസി PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആണ്. അതിൽ കാറ്റഗറി Bക്കും കാറ്റഗറി Dക്കും ആണ്. അത് അവർ ഇതിൻ്റെ ടേബിൾ ഉണ്ടോ നോക്കി അവർക്ക് മനസ്സിലാവും കേട്ടോ. VSSCയിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ്. ഈ പറയുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇനി CGP ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ അതിൻ്റെ എന്തുണ്ടായിരിക്കും, ഒരു കൺവേർഷൻ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം, നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. പിന്നെ ഇവിടെ ഫിസിക്കൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഈവൻ PWD കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന സ്യൂട്ടബിൾ വേക്കൻസി, അതായത് ഇവിടെ കാണിക്കുന്ന കാറ്റഗറി B, കാറ്റഗറി D എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഉള്ളവർക്ക് മാത്രമല്ല, ഇനി മറ്റു ഈ പറയുന്ന ഇവിടെയുള്ള ജനറൽ വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഫിസിക്കൽ റിക്വയർമെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വേണം നോക്കിയാൽ, അതായത് നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവർ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതായത് W എന്ന് പറയുന്നത് വാക്കിംഗ്, B എന്ന് പറയുന്നത് ബെൻഡിങ്, L എന്ന് പറയുന്നത് ലിഫ്റ്റിംഗ്, അങ്ങനെ ഓരോന്നിനും ഓരോരോ എന്താണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ട മിനിമം ഫിസിക്കൽ റിക്വയർമെൻ്റ് ആണ്. നമ്മൾ നോക്കണമെന്നില്ല, ഫിസിക്കലി നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ ജസ്റ്റ് ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് മെക്കാനിക്കലാണ്. 27 വേക്കൻസി ഉണ്ട്. ഇതിൽ ജനറൽ 16, OBCക്ക് 6, SCക്ക് 2, EWS 3 ഇങ്ങനെയാണ്. അതിൽ 27 2 വേക്കൻസി PWDക്കാണ്. ഇതിൽ PWD കാറ്റഗറി ആയാലും കാറ്റഗറി Cക്ക് ഉള്ളതാണ് അത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡിപ്ലോമ എന്നാണ് വേണ്ടത്, ഫസ്റ്റ് ക്ലാസ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് വരുന്നത് ഇതൊക്കെ പോസ്റ്റ് കോഡ് ആട്ടോ. ഇവിടെ കാണുന്നത് ഇത് പോസ്റ്റ് കോഡാണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡിസിപ്ലിൻ വരുന്നത്. 4 വേക്കൻസി ഉണ്ട്. ജനറൽ 3, EWS 1. ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലേ, നിങ്ങൾക്ക് ജനറലിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏത് കാറ്റഗറിക്കും ജനറലിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലാതിരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, പിന്നെ ഇതിൽ 4 വേക്കൻസിയിൽ 2 വേക്കൻസി PWDക്കാണ് കേട്ടോ. ഓക്കെ,
ഇത് VSSലാണ് പോസ്റ്റിങ്. അതോടൊപ്പം തന്നെ ADRIN അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തെലങ്കാനയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്കും വേക്കൻസി ഉണ്ട്. VSSയിൽ മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസിൻ്റെത് വരുമ്പോൾ VSSയിലും വേക്കൻസി ഉണ്ട്. ഈ പറയുന്ന ADRIനിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൽ 8 വേക്കൻസി വേറെ തന്നെ ഉണ്ട്. ജനറൽ 5, OBC 2, SC 1 കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ എന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് കെമിക്കലാണ്. കെമിക്കൽ 6 വേക്കൻസിയാണ്. ജനറൽ 1, OBC 2, SC 2, EWS 1 ഇങ്ങനെയാണ്. VSSയിലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ഓട്ടോമൊബൈലാണ്. 1 വേക്കൻസിയാണ്, ജനറലാണ്. അപ്പം നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഒന്നുമില്ല, ആർക്കാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. VSSC ആണ്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. അടുത്തത് നിങ്ങൾക്ക് സിവിലാണ്. സിവിലിൽ നിങ്ങൾക്ക് 1 വേക്കൻസി ജനറൽ ഉണ്ട്. അത് VSSയിൽ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറലായിട്ട് 1 വേക്കൻസി ഈ പറയുന്ന ADRIനിലും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി റെഫ്രിജറേഷൻ ആൻഡ് AC R&Dസിൽ നിങ്ങൾക്ക് 1 വേക്കൻസി OBCക്കാണ് കേട്ടോ. അത് OBC കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. VSSയിലാണ് പോസ്റ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് R&Dസിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PYQs നമ്മുടെ കയ്യിലുണ്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അടുത്ത ഫിസിക്സ് ആണ്. അടുത്ത ഇനി നമ്മൾ നോക്കുന്ന പോസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇവിടെ കാണുന്ന 44,942,400 ഇതിലേക്ക് ഗ്രാജുവേഷനാണ് വേണ്ടത്. അപ്പോൾ ഫിസിക്സ് ആണ് ഡിസിപ്ലിൻ വരുന്നത്. 1 വേക്കൻസി ജനറലാണ്, ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. VSSയിൽ പിന്നെ 3 വേക്കൻസി ADRIനിൽ വരുന്നുണ്ട്. അവിടെ ജനറൽ 2 വേക്കൻസിയും അതിൽ SCക്ക് 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്സിൽ ഫിസിക്സ് നിങ്ങൾ എന്താണ് കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഗ്രാജുവേഷനാണ് വേണ്ടത്. അപ്പം ഫിസിക്സ് നിങ്ങൾക്ക് ജസ്റ്റ് BSc ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കെമിസ്ട്രി ആണ്. കെമിസ്ട്രി ഡിസിപ്ലിനിൽ 1 വേക്കൻസി ജനറലാണ്. VSSയിലാണ് വേക്കൻസി വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ലൈബ്രറി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതിൽ 44,900 മുതൽ 1,42,400 പേ സ്കെയിൽ വരുന്നത്. ലൈബ്രറി അസിസ്റ്റൻറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 1 വേക്കൻസി VSSയിൽ വരുന്നുണ്ട്. അത് OBCക്ക് റിസർവ്ഡ് ആണ്. OBCക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ NES ഇതിൽ നിങ്ങൾക്ക് 1 വേക്കൻസി ജനറലും വരുന്നുണ്ട്. NES എന്ന് പറയുന്നത് കൂടെ കൊടുത്തിട്ട് കാണാം. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ ആണ് കേട്ടോ. മേഘാലയയിലാണത് വരുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ അല്ലെങ്കിൽ ലൈബ്രറി സയൻസിലോ നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിഗ്രി മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മെയിൽ ത്രൂ ആണ് അവർ കോൺടാക്ട് ചെയ്യട്ടെ. അപ്പോൾ മെയിൽ ID നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതായത് ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ. അതായത് നമുക്ക് ഈ പോസ്റ്റ് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്ന് അറിയാൻ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. കാരണം അത് പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ BSFൻ്റെ ഒക്കെ അല്ലെങ്കിൽ CSFൻ്റെ നോട്ടിഫിക്കേഷനിലൊക്കെ ഇത് കാണാറുണ്ട്. ടെമ്പററി ആയിട്ടാണ്, പക്ഷേ എന്ത് ചെയ്യും അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ലെവലിലാണ് അതിനെ കാണാറ്. അപ്പോൾ ഇപ്പോൾ ഉള്ള അധിക നോട്ടിഫിക്കേഷനിലും നമ്മളിങ്ങനെ കാണാറുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലെ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനിൽ അവർ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇനീഷ്യലി നമ്മളൊരു ടെമ്പററി ആയിട്ട്, അതായത് നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് കോൺട്രാക്ട് ബേസിലാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കോൺട്രാക്ട് ബേസിസ് ആണെന്നുള്ളത്. ഫിക്സ്ഡ് ടേം എന്നൊക്കെ ലെവലിൽ എന്ത് ചെയ്യും, അത് കോൺട്രാക്ട് ബേസിൽ എന്നുള്ളത് അവർ പ്രത്യേക ഘട്ടത്തിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരിക്കലും കോൺട്രാക്ട് ബേസ് അല്ല, ഇത് പെർമനൻറ്റ് വാക്കൻസി തന്നെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുക. കാരണം ഇതിൽ പ്രൊമോഷൻ സാധ്യതയും പാടെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് BSc അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഫസ്റ്റ് ക്ലാസ്സോടെ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ കൊടുക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കയറി 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് മാറാം. ഇവിടെ പേ സ്കെയിലൊക്കെ മാറും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ ഓഫീസർ ആകാം, ഓഫീസർ C ആകാം, പിന്നെ നിങ്ങൾക്ക് D ആയിട്ട്, പിന്നെ E ആയിട്ട്, അങ്ങനെ ഓരോ 6 വർഷം ഗ്യാപ്പൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഇതവിടെ കാണാം സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ ഓഫീസർ SG എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ വരെ നിങ്ങൾക്ക് സർവീസിൽ എത്താൻ പറ്റുന്ന ആ ഒരു പ്രൊമോഷൻ സാധ്യതയ്ക്കുള്ള പോസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിത് വിട്ട് കളയേണ്ട. ആ ടെമ്പററിന്ന് അതിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വിട്ട് കളയേണ്ട. അപ്പോൾ അധികം നോട്ടിഫിക്കേഷനിലും അത് വരാറുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും ടെമ്പററി അല്ല, പെർമനൻറ്റ് വേക്കൻസിനായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇനി ഏജ് ലിമിറ്റും ഇതിൻ്റെ പേ സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് കാണാം. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിലും ലൈബ്രറി അസിസ്റ്റൻ്റ് ആണെങ്കിലും 78,000 പെർ മന്ത് നിങ്ങൾക്ക്
അപ്രോക്സിമേറ്റ് ടോട്ടൽ എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് 78,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി എന്താണ് സാലറി പ്രതീക്ഷിക്കാവുന്ന വേക്കൻസിയാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. മിനിമം ഏജ് 18 മാക്സിമം 35 വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SC/ST OBCക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ നിങ്ങൾക്ക് OBC NCL ആണെങ്കിൽ 38 വയസ്സ് വരെയും SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെയും എന്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ്മാനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ അതിൻ്റെ പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ISROയുടെ കീഴിൽ എന്താണ് നല്ല പ്രോഗ്രസീവായുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പോളിസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആ ഒരു നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമുക്ക് എന്താണ് ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ നല്ല പെർഫോമർ ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ മെറിറ്റ് പ്രൊമോഷൻ സ്കീം എന്നാണ് അറിയപ്പെടുന്നത്. അതിലൂടെ ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എന്താണ് വളരെ എളുപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് ഈ സ്കീമിലൂടെ നമ്മളിതിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സാലറിക്ക് പുറമെ മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഫ്രീ ട്രാൻസ്പോർട്ട് അലവൻസ്, TA, സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഹൗസിംഗ്, അക്കോമഡേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും എന്താണ് സെൻട്രൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്റ്റാഫിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒട്ടനവധി. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ റിട്ടൺ ടെസ്റ്റും ഉണ്ടായിരിക്കും, സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് നടന്നത് വെറും 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് പ്രത്യേക സിലബസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗ്രാജുവേഷൻ അതിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. അതുതന്നെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ PYQs യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ള വീഡിയോ അവസാനം കാണിക്കാം. ഇവിടെ 90 മിനിറ്റ് ആയിരിക്കും നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഒന്ന് ശരിയാക്കിയാൽ 1 മാർക്കും, തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.33 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കുന്നതാണ്. ഇനി റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ കേട്ടോ. പിന്നെ അത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യാന്നുള്ളത്. അപ്പം AWS ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100-ൽ 50 മാർക്ക് വാങ്ങിയാൽ മതി. മറ്റു റിസർച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100-ൽ 40 മാർക്ക് വാങ്ങി ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. കൂടുതൽ മാർക്ക് നമ്മളതിൽ വാങ്ങി ഫസ്റ്റ് റാങ്ക് നേടണം എന്നുള്ള യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. ഇതിലാണ് റിട്ടൺ ടെസ്റ്റിലാണ് നിങ്ങൾ നല്ല പെർഫോം ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് സെൻട്രലിൻ്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണത്. 18/6 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ആ ഡേറ്റ് കണക്കാക്കി നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. OBC NCLൻ്റെ ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി ഒക്കെ 1 ഇയർ ആണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന 18/6/2025 ശേഷം നിങ്ങളുടെ കയ്യിൽ OBC സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ 18/6 എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കണക്കാക്കി വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ SC/ST OBC EWS ഒക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് അപേക്ഷാ ഫീസ് ഉണ്ട്. ഇപ്പോൾ റിസർച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇനി ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ 750 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി പേ ചെയ്യണം. ഓക്കെ, ഈ 750 ഫീമെയിൽ, SC/ST അതുപോലെ എക്സ് സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ബാങ്കിലേക്ക് റീഫണ്ട് ആവും. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ഈ പറയുന്ന കാറ്റഗറിയിൽ പെടാത്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, OBC കാൻഡിഡേറ്റ്സ്, അവർക്കൊക്കെ 500 രൂപയാണ് റീഫണ്ടായിട്ട് ലഭിക്കുക. ഓക്കെ, 500 രൂപയായിരിക്കും അവർക്ക് റീഫണ്ട് ലഭിക്കുക. 250 അവിടെ പിടിക്കും. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് 750 തിരിച്ച് കിട്ടും. ഓക്കെ, ഈ പറയുന്ന SC/STക്കും കിട്ടും. പിന്നെ PWDക്കും എക്സ് സർവീസ്മാനും 750 ഫുള്ളായിട്ട് റീഫണ്ട് ലഭിക്കും. അത് നിങ്ങൾ എക്സാം എഴുതിയാലേ കിട്ടുള്ളൂ കേട്ടോ. എക്സാം അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് സെൻറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാണ്ടായിരിക്കുന്നു. എല്ലാവരും ഇനീഷ്യലി എന്ത് ചെയ്യണം, 750 പേ ചെയ്യണം കേട്ടോ. ഓക്കെ, 750 എല്ലാവരും അടിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റിൻ്റെ പറഞ്ഞു. റിട്ടൺ ടെസ്റ്റ് നമുക്ക് കേരളത്തിൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരമാണ്. പിന്നെ തമിഴ്നാടാണെങ്കിൽ ചെന്നൈ, മധുരൈ ഉണ്ട്. പിന്നെ കർണാടകയാണ്, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 3 ചോയ്സ് 3 ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും വലിയൊരു ഡൗട്ട് കമൻറ്റിൽ വന്നിരിക്കുന്നത്, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ പറഞ്ഞുകൊടുത്തേക്ക് നമുക്ക് BA or BTech വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്നത് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നതാണ്. ആ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലസ് നിങ്ങൾക്ക് എന്താണ് BA or BTech ഉണ്ടെങ്കിൽ ഡിപ്ലോമ വെച്ച് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിപ്ലോമ ഇല്ലാതെ അതിന് ഇക്വലൻ്റ് ആയിട്ട് വെച്ച് അപ്ലൈ ചെയ്യാൻ ഇതിലേക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്, ഡിപ്ലോമ തന്നെ വേണം. ഇനി നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞവർക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ
സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 6 ദിവസം മുൻപ് ചെയ്തത്. നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് തമ്പനിയിൽ നോക്കിയാൽ മതി 320 വാക്കൻസീസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് ജസ്റ്റ് BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വാക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെ നമുക്ക് PYQs ഡൗൺലോഡ് ചെയ്യാം, എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ മാക്സിമം ഷെയർ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തുക. ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് കാണാം, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ഈസി ടൂൾസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി കാണാം. ഈ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ് ഒക്കെ ഒരുപാട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ മന്ത് വൈസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് പ്രൈവറ്റ് ജോബ്സ്, അത് വർക്ക് ഫ്രം ഹോം ജോബ്സ്, എയർപോർട്ട് ജോബ്സ്, അല്ലെങ്കിൽ മറ്റു ഹോട്ടൽ ജോബ്സ്, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ളതും പുറത്തുമായുള്ള വലിയ വലിയ കമ്പനിയുടെ ജോബ്സ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടായാലും ജോയിൻ ചെയ്യാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ് ഒക്കെ കാണാം. അപ്പോൾ കേരള ജോബ്സിലൂടെ കാണാം ISRO VSSC റിക്രൂട്ട്മെൻറ്റ് എന്നിട്ട് അപ്ലൈ 83 വാക്കൻസീസ്, ടെക്നിക്കൽ ആൻഡ് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ് അവിടെ കാണാൻ പറ്റും. ഇനി ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാം 5 പോസ്റ്റാണ് അതിൽ ലിസ്റ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ പോസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഡിസപ്പിയർ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇല്ലേ നിങ്ങൾ ജസ്റ്റ് ISRO എന്ന് ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ISRO റിലേറ്റഡ് എല്ലാ പോസ്റ്റും കാണാം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പോസ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ ഒരു ചാനൽ, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എക്സാം വന്നാലോ അഡ്മിറ്റ് കാർഡ് വന്നാലൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഇട്ടാൽ മതി, നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറ്റേ യൂട്യൂബിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് ടാസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ടെലഗ്രാം അതിൽ വാട്സപ്പ് ചാനലുണ്ട്, അതിലും ജോയിൻ ചെയ്തിട്ട് കേട്ടോ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം ഇവിടെ ഓപ്പൺ ആക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ PYQസിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ PYQs നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാം, ഇവിടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, വെബ്സൈറ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക നിങ്ങൾ. വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ആയി വരിക കേട്ടോ. റിക്രൂട്ട്മെൻറ്റിൻ്റെ നമ്മുടെ പോർട്ടലല്ല, നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റാണ് വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മൈ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെനുവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മൈ കോഴ്സസ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മതി, ഇത് തമ്പനയിൽ നോക്കിയാൽ മതി കറക്റ്റായിട്ട്. ഓക്കെ, ISRO ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എല്ലാം അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കളിക്കും വേണ്ട. ഒരു പ്രാവശ്യം ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും അത് ആക്സസ് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി തീരുന്നവരെ എപ്പം വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഈ പറയുന്ന ISROയുടെ ഒരു ഒട്ടുമിക്ക എല്ലാ ഡിസിപ്ലിൻ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, R&C, അതുപോലെ ഇലക്ട്രോണിക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കെമിക്കൽ, അതുപോലെ തന്നെ ഇത് ടെക്നീഷ്യനുണ്ട് കേട്ടോ. അതിൽ നോക്കിയെടുക്കണം നിങ്ങൾ. ഫോട്ടോഗ്രാഫി, അതുപോലെ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും ഇതിലില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ കേട്ടോ. ഓക്കെ, നമ്മുടെ സമയത്തിനനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയും കൂടുതൽ പേപ്പർ കിട്ടുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ ഫോൾഡറിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുത്ത് നിങ്ങൾക്ക് PYQs നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ സ്കീം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, അത് ആൻസർ കീ ഒക്കെ അതിലുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ആപ്പ്. അത് ആൻഡ്രോയിഡ് ആണെങ്കിൽ കേട്ടോ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ അത് ഓപ്പൺ ആയി വരും. അങ്ങനെ GSC ലെജുലാൻഡ് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. ഒന്ന് നിങ്ങൾ പോസിറ്റീവ് റിവ്യൂസൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ നിലവിലെ ആപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ആപ്പാണ്. പക്ഷേ നമുക്ക് സമയ പരിമിതി കൊണ്ട് അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പതുക്കെ നമ്മളതൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ആപ്പിനെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന പരിപാടിയിലേക്ക് വരാം. അവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണാം, 335 ഡേറ്റഡ് കാണാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾ കാണാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, മറ്റു നോട്ടിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, ഈ ഗ്രീൻ, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ന്യൂ ടാബിലേക്ക് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര്, പോസ്റ്റ്,
ഓക്കെ, ഏത് പോസ്റ്റാണ് നിങ്ങൾ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണോ, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണോ, ലൈബ്രറി അസിസ്റ്റൻ്റ് ആണോ, ഇതിൽ ഏത് ഡിസിപ്ലിൻ ആണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ പേര്, മെയിൽ ഐ ഡി, ക്യാപ്ച അടിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഞാനതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ക്യാപ്ച അടിച്ചു, പേരടിച്ചു, പേരൊന്നും നോക്കണ്ട കേട്ടോ, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നെ ഇതാ, കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപ്ച അടിച്ചുകൂടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക കേട്ടോ. മൊബൈലിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രീറ്റിംഗ് മെസ്സേജ് കാണാം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു മെസ്സേജ് വന്ന് കാണാൻ നിങ്ങൾക്ക് യു വിൽ ബി റിസീവിങ് ആൻ ഇമെയിൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആണ് @GOCL ഇതാണ് നമ്മളെ മെയിൽ ഐ ഡി കൊടുത്ത്. അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ഇമെയിൽ ഓപ്പൺ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ മെയിൽ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അങ്ങനെ മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം, VSSC റിക്രൂട്ട്മെൻറ്റ്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഓപ്പൺ ചെയ്ത ഇതാണ് ലിങ്ക് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ലിങ്കിലാണ് നമ്മൾ, കുറച്ച് നീളത്തിലുള്ള ലിങ്കാണ്, അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ, അപ്ലിക്കേഷൻ ഫോർ പോസ്റ്റ്, നമ്മൾ ഏത് പോസ്റ്റാണ് സെലക്ട് ചെയ്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇലക്ട്രോണിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ പേര്, മെയിൽ ഐ ഡി ഇതൊക്കെ ഓക്കെ ആണെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ കൺഫേം എന്നുള്ളത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അപേക്ഷ ഇതിലേക്ക് വന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് 30 KB കൂടാൻ പാടില്ല ഫയൽ സൈസ്, 150 വിഡ്ത്തും 200 ഹൈറ്റും ആയിരിക്കണം. നമ്മൾ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ആണെങ്കിൽ 30, 150 × 50 ആയിരിക്കണം ഡയമെൻഷൻ, അത് കറക്റ്റ് ആക്കണം. അപ്പോൾ അതിന് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഈസി ടൂൾ ഉണ്ട്, അറിയുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് റീസൈസ് ചെയ്യുന്നതെന്നുള്ളത്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ ഈസി ടൂൾ കാണാം കേട്ടോ. ഹോം പേജ് ജസ്റ്റ് ഹോമിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിൽ വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ GOCL എജുലാൻഡ് അടിച്ചാൽ മതി. ഇവിടെ ഈസി ടൂൾ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഇടുമ്പോൾ അത് ക്ലിയർ ഉണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ ഓൾഡ് എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റർ എന്നുള്ള ഫസ്റ്റത്തെ എടുക്കാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ എടുത്ത് കാണിക്കാം. ഫസ്റ്റത്തെ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് കാണാം പാസ്പോർട്ട് സൈസ്, ഇമേജ് റീസൈസർ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും വർക്കൗട്ടോ, ജസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കാം. നിങ്ങളുടെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓൾഡ് എന്നുള്ള എടുത്തിട്ട് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഞാനതിലേക്കൊരു ഫോട്ടോ ഇടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പിക്സൽ നോക്കണം, എത്ര ആയിരുന്നു ഡയമെൻഷൻ നമ്മളോട് പറഞ്ഞത്, 150 വിഡ്ത്തും 200 ഹൈറ്റും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 150 ആക്കണം. ഇവിടെ നമ്മൾ 150 എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റോടത്ത് നമ്മൾ 200 ആണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇതിന് നമുക്ക് ഔട്ട്പുട്ട്, അതായത് മാക്സിമം ഫയൽ സൈസ് അലൗഡ് ആകുന്നത് ജസ്റ്റ് 30 KB ഉള്ളൂ. ജസ്റ്റ് 30 നമ്മളിത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യണം. അതായത് ഇത് നിങ്ങൾ കണ്ട ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നു. അതായത് നമ്മൾ കൊടുത്ത ഡയമെൻഷൻ അനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ അതിൽ വെച്ചിട്ട് കറക്റ്റാക്കി ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് റീസൈസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അവിടെ 11.4 KB ആണ് മാക്സിമം ഫയൽ സൈസ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ അതിലേക്കൊന്ന് ആഡാക്കി കാണിക്കാം. ഓക്കെ, ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഡൗൺലോഡ്സിൽ ഇത് റീസൈസ് ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിലേക്ക് ഈസി ആയിട്ട് അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ്, ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തതിൽ ചെറിയ തലയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആക്കണം. ഞാൻ അത് ഡെമോ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്താണ്. നിങ്ങൾ ആ ക്രോപ്പ് കറക്റ്റായി ചെയ്യണം. ഇനി നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാതെ നിങ്ങളെ കയ്യിലുള്ള ഒറിജിനൽ ഫോട്ടോ അതേ ഇതിൽ തന്നെ ജസ്റ്റ് അതിൻ്റെ ഡയമെൻഷൻ ചുരുക്കുക. അതിന് നിങ്ങളിതാ ഫോട്ടോ എഡിറ്റർ ഓൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമുക്ക് കൂടെ കാണാം സെലക്ട് ഫയൽ. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഇതിൽ നമുക്ക് ക്രോപ്പ് ചെയ്യുന്നു വേണ്ട. ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തതിനനുസരിച്ച് അത് ചുരുങ്ങിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. അതിൽ നിങ്ങൾക്ക് 150 ആക്കുമ്പോൾ അത് ഫയൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നത് കാണാൻ പറ്റും. ദെൻ നമ്മൾ 200 ആക്കുക. ഓക്കെ, 200 ഹൈറ്റ്, 200. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് ആ ഒരു ഫോട്ടോ തന്നെ എന്ത് ചെയ്യും, റീസൈസ് ആണ്, ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ഫോട്ടോ കംപ്ലീറ്റ് ആ ഫ്രെയിം മുഴുവൻ വേണം. അത് ക്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ്, തലയുടെ ഭാഗം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. 30 KB നമുക്ക് ഫയൽ സൈസ് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം 10.8 KB ആണ് ഡൗൺലോഡ് ആയത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാനിതിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആക്കി തരാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഇതാ ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്ക് സിഗ്നേച്ചറും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെ ചെയ്തോ അതുപോലെ നമുക്ക് സിഗ്നേച്ചറും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിഗ്നേച്ചർ ചെയ്യുന്നതായിട്ട് നിങ്ങളിവിടെ ഫോട്ടോ എഡിറ്റർ ഓൾഡ് യൂസ് ചെയ്യുക. മറ്റേത് ക്രോപ്പിൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിക്കോളുന്നില്ല. ജസ്റ്റ് ക്രോപ്പ് യൂസ് ചെയ്തോ കേട്ടോ. ഇവിടെ സെലക്ട് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു സൈന് എടുക്കണം. സിഗ്നേച്ചർ എടുക്കുന്നു. ഇതിൽ നമ്മൾ 150x50 150 ഇൻറ്റു നമ്മൾ 50 ഹൈറ്റ് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അത് സൈസ് മാറിയത് കാണാൻ പറ്റും. അതിൻ്റെ എന്താണ് ഡയമെൻഷൻ. ഇവിടെ മാക്സിമം ഫയൽ സൈസ് നമുക്ക് 30 ആക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡൗൺലോഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ സിഗ്നേച്ചർ വന്നത്. സിഗ്നേച്ചറൊക്കെ ക്ലിയർ ആണോ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണേ, ഫോട്ടോ സിഗ്നേച്ചറൊക്കെ. എന്നിട്ട് ഇവിടെ ഒരു റെഡ് ബട്ടൺ കാണാം, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫോട്ടോ സിഗ്നേച്ചർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ റൈറ്റ് സൈഡിൽ. ഇനി ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണ് ഇനിഷ്യൽ അടുക്കുക എങ്ങനെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ പേര് വെച്ചാൽ ഫാദറിൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളിതിൽ കലണ്ടർ യൂസ് ചെയ്തിട്ട് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ദെൻ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ളവരാണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക കേട്ടോ. നമ്മൾ നോ കൊടുത്താൽ അത് നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്യുക. റിസർവേഷൻ കാറ്റഗറി ജനറൽ SC OBC ഏതാച്ചാൽ അനുസരിച്ച് കൊടുക്കുക. OBC ഒക്കെ ആണെങ്കിൽ OBCയും സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ജനറലായിട്ടാണ് കൊടുക്കുന്നത്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ അതിൽ ബ്ലൈൻഡ് അല്ലെങ്കിൽ ലോ വിഷൻ ഏതാച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ നോട്ട് അപ്ലിക്കബിൾ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി PWD കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും കാറ്റഗറി കൊടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി എത്ര വെച്ചാൽ ഇവിടെ കൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്തുകൊണ്ട്. ഇനി എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ നിലവിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ മെറിറ്റോറിയസ് സ്പോർട്സ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനെ നെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അതിന് മുൻപായിട്ട് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനാണ് വരിക. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ വിചാരിച്ചാൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടിച്ചു കൊടുക്കണം. ഇവിടെ അഡ്രസ് ഫോർ കോറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. പിൻകോഡ് അടിച്ചു കൊടുക്കാം. ദെൻ സ്റ്റേറ്റ് ഏതാച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ സ്റ്റേറ്റ്. ഇതിനുശേഷം ഫോൺ നമ്പർ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഇത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നാണ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ സെയിം ആസ് ഉള്ള ഒരു ടിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, ഇതിൻ്റെ അടുത്തോടെ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് കൊടുത്ത അഡ്രസ്സ് മൊത്തം റൈറ്റ് സൈഡിൽ ഇവിടേക്ക് കോപ്പി ആയിട്ടുണ്ടാവും. നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ആ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷനിൽ നമ്മൾ ആദ്യം ഇവിടെ ഡിപ്ലോമയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡിപ്ലോമ എന്ന് കൊടുക്കുന്നു. ഇത് അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഡിസിപ്ലിനാണ്. ഇതിൽ ഇലക്ട്രോണിക്സ് ആണല്ലോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഏതാണ് എന്നുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. യാതൊരു ഇക്വലൻറ്റ് ഡിസിപ്ലിൻ ആണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളത് കൊടുക്കുന്നു. ഇനി അതൊരു ഇക്വലൻറ്റ് ഡിസിപ്ലിൻ വെച്ച് കൊടുത്താൽ അത് ഏതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ ഈ കോളത്തിൽ. ഇപ്പം നമ്മളിവിടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പാസിംഗ് ഇയർ ചോദിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നമ്മൾ പാസ് ഔട്ട് ആ ഇയർ എന്ന് വെച്ച് അത് കൊടുക്കാം. പിന്നെ ബോർഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഏതാ വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കണം. നമ്മളെവിടെയാണ് ഏത് ബോർഡാണ് ഏത് സ്റ്റേറ്റിൽ ആണ് നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ കൊടുക്കാം കേട്ടോ. കേരള ആണെങ്കിൽ കേരള കൊടുക്കാം. ഇനി അത് മറ്റേ അതേഴ്സ് ആണെങ്കിൽ ഇതിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇതിലൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, വേറെ ഏതെങ്കിലും ബോർഡാണെങ്കിൽ എനിക്ക് ഇതിൽ അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ കാണിക്കും ഞാൻ. ഇതാ അതർ ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് നിങ്ങൾക്ക് അതിവിടെ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. അടുത്ത നമുക്ക് പെർസെൻറ്റേജ് ഓർ CGP ആണ്. അപ്പോൾ ഇതിന്ന് ഏതാ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. പെർസെൻറ്റേജ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA മാത്രമായിരിക്കും കൊടുക്കുക. അക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണെങ്കിൽ നിങ്ങളത് കൊടുത്താൽ മതി. അത് ഔട്ട് ഓഫ് ചിലപ്പം 10 ആയിരിക്കും പോയിൻ്റ് സ്കെയിൽ. അത് കറക്റ്റായിട്ട് അതിലുണ്ടാവും. 10ൽ നിങ്ങൾക്ക് എന്താണ് 7.5 എത്ര അടിച്ചാൽ നിങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ എന്താണ് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണുള്ള ഒരു അതിനനുസരിച്ച് നിങ്ങളത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി റാങ്ക് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡോണ്ട് നോ എന്നുള്ളത് കൊടുത്താൽ മതി നിങ്ങൾ. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ സെൻറ്റർ ചോയ്സ് ആണ്. നമുക്ക് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കേരളത്തിൽ നമുക്ക് 3 സെൻറ്ററുകളുണ്ട്. അപ്പം 3 കേരളത്തിൽ തന്നെ കൊടുക്കുന്നത്. കേരള എറണാകുളം കൊടുക്കുന്നു, പിന്നെ നമ്മൾ കേരള കോഴിക്കോട് കൊടുക്കുന്നു, പിന്നെ കേരള തിരുവനന്തപുരം കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ചോയ്സിനനുസരിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, പ്രോപ്പറായിട്ട് കൊടുക്കണം. ഇത് നിങ്ങളുടെ
അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാം ഫീ റീഫണ്ടിന് വേണ്ടിയാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ഇല്ലേ നിങ്ങളുടെ പാരൻസിൻ്റെ അക്കൗണ്ട്സ് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അവിടെ അക്കൗണ്ട് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇതന്നെ അടിച്ചോളൂ നിങ്ങൾ കേട്ടോ. ഓക്കെ, അത് നമ്മൾ അക്കൗണ്ട് നമ്പർ അവിടെ അടിച്ചു കൊടുക്കാം. പിന്നെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന് ശേഷം നെയിം ഓഫ് ദ ബാങ്ക് ഏതാ വെച്ചാൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ നെയിം ഓഫ് ദ ബ്രാഞ്ചിന് ഏത് ബ്രാഞ്ചാണ് എന്നുള്ള അത് നമ്മുടെ പാസ്ബുക്കിലുണ്ടാവും കേട്ടോ. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ IFSC കോഡ് നിങ്ങളുടെ പാസ്ബുക്കിലുണ്ടാവും, അത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിന് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ടോട്ടൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം 0 എന്ന് കൊടുക്കണം. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ 0 എന്ന് കൊടുക്കുക. അതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല, നമ്മൾ 0 ഇയർ 0 മന്ത് എന്നുള്ള കൊടുത്താൽ മതി. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാനനുസരിച്ച് കൊടുക്കാം. ഇനി മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ. ഇനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക എന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എന്നെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുന്നത്, നമുക്കിപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മന്തിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യാൻ റെഡിയാണ്? 2 മന്ത് 3 മന്താണ് മാക്സിമം കാണിക്കുന്നത്, 2 മന്ത്സ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇതിനനുസരിച്ച്. അതോടൊപ്പം തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ യെസ് എന്ന് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന ഡിക്ലറേഷൻ ജസ്റ്റ് അതിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് നമ്മൾ കൊടുത്താൽ അങ്ങനെ ജസ്റ്റ് നമ്മളോട് എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പിന്നെ 2-3 കാര്യം വിട്ടുപോയിട്ടുണ്ട് പറയുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റ് ഒക്കെ ഹിന്ദിയിൽ എഴുതണമെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക, നമ്മളിവിടെ നോ കൊടുക്കുക കേട്ടോ. ഹിന്ദി ഇംഗ്ലീഷ് 2 മീഡിയം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഹിന്ദിയിലും പാടെ വേണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ പോയിട്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ എവിടെയൊന്ന് വിട്ടിക്കണം, എന്തോ ഒരു കാര്യം വിട്ടിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് നെയിം ഓഫ് ദ കോഴ്സ് നെയിം ആസ് ഇൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ കോഴ്സ് നെയിം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണോ, അതല്ല എന്താണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണോ, എന്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ പേര് അതുപോലെ നമ്മളിവിടെ കൊടുക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമുക്കുണ്ടാവും, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഏത് കോഴ്സാണ് എടുത്തതെന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അതേപോലെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് മറന്നു വരുന്നത്, ഞാനത് സ്കിപ്പായി പോയി, നേരത്തെ പറയാൻ വിട്ടുപോയി. അങ്ങനെ നെക്സ്റ്റ് അടിക്കാം. നമ്മളിവിടെ ജസ്റ്റ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ പ്രിവ്യൂവിലേക്കാണ് പോകുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കാം. പ്രിവ്യൂ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം കേട്ടോ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരക്കിട്ടാണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട, കംപ്ലീറ്റ് വായിച്ച് തന്നെ നോക്കുക. നിങ്ങൾ വായിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാക്കി കൺഫേം ആൻഡ് സബ്മിറ്റ്. ദെൻ പേയ്മെൻറ്റിലേക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആയി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് പാട് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തില്ല അപേക്ഷ ക്യാൻസൽ ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിലബസോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളുടെ ഡിപ്ലോമയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഡിഗ്രി ആണ്, എന്താ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് സിലബസ് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബുക്ക് ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഡിസിപ്ലിൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ അതിന് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാണിക്കാം. ജസ്റ്റ് അതിൻ്റെ PYQs. ഓക്കെ, വെബ്സൈറ്റിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ PYQസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ISROയുടെ വിവിധ യൂണിറ്റിലൊക്കെ നടന്നിരിക്കുന്ന എക്സാമിൻ്റെ സ്കീമാണ്, ഒരേ സ്കീമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതിൽ കയറിയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലേക്ക് വന്നാൽ ആപ്ലിക്കേഷൻ ഫോം ഒന്നും പാടെ ഓപ്പൺ ആക്കുക നമ്മൾ. ഓക്കെ, നിങ്ങൾക്ക് ഇത് പിന്നീട് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഇനി നിങ്ങളൊരു കാര്യം പാടെ ചെയ്യാനുണ്ട്, അതായത് നമ്മുടെ അപേക്ഷയൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരാണ് ചെയ്യേണ്ടത്, അല്ലാത്തവരല്ല കേട്ടോ. അവിടെ വെരിഫൈ OTP എന്നുള്ള ബട്ടൺ കാണാം, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ ഇവിടെ കാണാൻ നിൽക്കും. പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന കോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് പ്രിവ്യൂവിലും കാണിക്കാം. നമ്മുടെ പ്രിവ്യൂയുടെ ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടാവും. ഈ മൊബൈലിലാണ്, ഈ നമ്പറിലേക്കാണ് OTP വരും. ഓക്കെ, ആ OTPക്ക് 72 മണിക്കൂറാണ് കേട്ടോ അതിൻ്റെ വാലിഡിറ്റി അവർ പറയുന്നത്. ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, OTPക്ക് 72 മണിക്കൂറാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് SMS അലേർട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ പിന്നീട് SMS അലേർട്ടായിട്ടും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അത് വെരിഫൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS OTP ആയിട്ട് ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുന്ന ഒരു കോളം വരും. അത് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടത് നിങ്ങളത് വെരിഫൈ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് SMS ആയിട്ട് പിന്നീട് അതിൻ്റെ മറ്റു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന SMS ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട.